ഇവിടെ ഡോക്ടർ സജി ഗോപിനാഥ്, ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേട്ടപ്പോൾ നമ്മുടെ ഡിജിറ്റൽ സർവകലാശാലയെക്കുറിച്ച് വളരെ നമുക്കൊക്കെ സന്തോഷം തോന്നുന്ന, അഭിമാനം തോന്നുന്ന നിലയിലുള്ള നേരത്തെ പറഞ്ഞ വളരെ പോസിറ്റിവിറ്റിയുള്ള പ്രസംഗത്തിൽ ഇടം പിടിച്ചിരുന്നു. രാജ്യത്ത് തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല, അതിന് പ്രാദേശിക കേന്ദ്രങ്ങൾ വരുന്നു, അതിലൂടെ ഹയർ എഡ്യൂക്കേഷൻ, പുതിയ മേഖലകൾ, അതിനെക്കുറിച്ചുള്ളൊരു സമീപനം എന്താണ്? ഈ പറഞ്ഞ സർവകലാശാലയുടെ ഒരു വൈസ് ചാൻസലർ കൂടിയാണ്, നേരത്തെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ചുമതലയിലുണ്ടായിരുന്നയാളാണ്. ഈ ബജറ്റിൻ്റെ ഒരു സമീപനം പുതിയ കാലത്തിലേക്ക് എങ്ങനെയാണ്? ഇല്ല, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തുടക്കത്തിൽ തന്നെ പറഞ്ഞു നമ്മളൊരു സൺറൈസ് ബജറ്റ് ആണെങ്കിൽ സൂര്യോദയ സമ്പദ്ഘടനയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 3 ബജറ്റിൽ വളരെ സ്ട്രെസ് ചെയ്തതാണ് നോളജ് എക്കോണമി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്നുള്ളതിൻ്റെ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ബജറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പലതും ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടുത്ത തലത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ പറഞ്ഞിട്ടുള്ളതും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ്. ഫോറിൻ യൂണിവേഴ്സിറ്റീസിന് അക്സെപ്റ്റൻസ് ഉണ്ടാവുന്നു, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ വരാം. കാരണം സ്റ്റഡി ഇൻ കേരള എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അതായത് കേരളത്തിലേക്ക് ആൾക്കാർ പലയിടത്തു നിന്ന് വരണം. ഉന്നത വിദ്യാഭ്യാസ ഈ കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ഇവിടെ നിന്നും കുട്ടികൾ പുറത്തേക്ക് പോകുന്ന ഒരു പ്രശ്നമാണല്ലോ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സ്റ്റഡി ഇൻ കേരള എന്നുള്ളത് വളരെ നമുക്ക് സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിനുള്ളൊരു നയമാണ് ഈ ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എത്ര പെട്ടെന്ന് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുമോ അതായിരിക്കണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇതിൽ സ്ട്രെസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം നമുക്ക് അറിയാവുന്ന പോലെ നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ കൊണ്ടാണ് ലോകത്തെ മാനവശേഷിയെ തന്നെ കേരളത്തിൽ നല്ലൊരു കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും വർക്ക് ചെയ്യുന്ന പലരെയും, പ്രത്യേകിച്ച് ഈ വിജ്ഞാന മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെയും തിരിച്ചു കൊണ്ടുവരിക, അവരുടെ ടാലന്റ് നമുക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി ഈ ബജറ്റ് മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ കഴിയുകയാണെങ്കിൽ വലിയൊരു മാറ്റം നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിയും. അത് സാമ്പത്തികമായിട്ടും കൊണ്ടുവരാൻ കഴിയും. കാരണം നോളജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് കേരളത്തിന് ഏറ്റവും അനുകൂലമായ ഒരു കാര്യമാണ്. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ ബജറ്റിൽ നിന്ന് ഈ ബജറ്റിലേക്കുള്ള ഒരു സഞ്ചാരമുണ്ട്. നേരത്തെ പറഞ്ഞ ഇംപ്ലിമെന്റേഷൻ പാർട്ട്, ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്, അത് പൂർത്തീകരിച്ചത്, അതിൽ നിന്ന് അടുത്ത ബജറ്റിലേക്കുള്ള ഈ സഞ്ചാരം അതെങ്ങനെയുണ്ട്? അത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക് കഴിഞ്ഞ ഏപ്രിലിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തറക്കല്ലിട്ട് തുടങ്ങിയത്. പക്ഷേ ഞങ്ങളത് നമുക്കറിയാവുന്ന പോലെ ഒരു പാർക്ക് ഫുൾ ഫ്ലെജ്ഡ് ആവണമെങ്കിൽ 2-3 കൊല്ലം എടുക്കും. പക്ഷെ അത്രയും വെയിറ്റ് ചെയ്യാതെ തന്നെ തുടക്കം കുറിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു തുടക്കം കുറിച്ചപ്പോൾ തന്നെ നമുക്ക് ഇന്റർനാഷണൽ ആയിട്ടുള്ള കമ്പനികളിൽ നിന്നെല്ലാം ഉള്ള ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പലതും നമുക്ക് അത് വളരെ ലോങ് ടേം വേണമെന്നില്ല. ചെറിയ രീതിയിലുള്ള സ്റ്റാർട്ടിങ് പാരലായിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് ഇതിനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും.